Hi students, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. In today's lecture, we are going to begin the second module of the subject, that is production management. In the last module, we have learned about management. Management is an activity which includes the process of planning, organizing, staffing, directing and controlling the various activities of an organization. So let us now look into production management. From the word itself, we can understand that the management of production activity. Production management is a process of planning, organizing, directing and controlling the activities of production function. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് മാനേജ്മെൻറ്റ് നമ്മൾ പഠിച്ചത്? പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് ദ വേരിയസ് ആക്ടിവിറ്റീസ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. പ്രൊഡക്ഷനായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്ന പലവിധ ആക്ടിവിറ്റീസിനെ പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക ആൻഡ് കൺട്രോൾ ചെയ്യുക. ഇതിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുക. ഇറ്റ് കമ്പൈൻസ് ആൻഡ് ട്രാൻസ്ഫോംസ് various resources used in the production subsystem of the organization into value added product in a controlled manner as per the policies of the organization. അപ്പോൾ എന്താണ് ഒരു പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് ചെയ്യുന്നത്? നമുക്ക് അവൈലബിൾ ആയ റിസോഴ്സസ്, റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പല വിധത്തിലെ റിസോഴ്സിനെ എല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ട് നമ്മളൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗുഡ്സിനെയോ സർവീസിനെയോ ഡെവലപ്പ് ചെയ്യുകയാണ്. ഏത് വിധേന? ഒരു കൺട്രോൾഡ് ആയിട്ട് നമ്മുടെ പോളിസി, നമ്മുടെ ഓർഗനൈസേഷൻ എന്താണോ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ ഗോൾ എന്താണോ അത് അച്ചീവ് ചെയ്യുന്ന രീതിയിലേക്ക് production activities, combination of all the resources in order to produce a desired product is known as production management. Now let us look into the definition of production management. Production management deals with decision making related to production process so that the resulting good or service are produced according to the specifications in the amount and by the schedule demanded and out of minimum cost. As per the definition, production management എന്ന് പറയുന്നത് നമ്മൾ എന്ത് പ്രൊഡക്ഷൻ പ്രോസസ്സ് ഫോളോ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതെന്നാണ്. ആ തീരുമാനത്തിലൂടെ നമ്മൾ എന്തൊക്കെയാണ് ഫോളോ ചെയ്യുന്നത്? നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗുഡ്സിനും സർവീസിനും നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്പെസിഫിക്കേഷൻസ് ഉണ്ടാവണം. നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന നമ്മുടെ ടാർഗറ്റായ എമൗണ്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. കൃത്യമായ ഷെഡ്യൂൾസിൽ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റണം. കോസ്റ്റ് മിനിമം ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റണം. ഇത്രയും കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് ഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിനുള്ള ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാനേജ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിനെയും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈമിനെയും എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടും ഏറ്റവും ഒപ്റ്റിമം ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിനെ ഡെവലപ്പ് ചെയ്യുക അറ്റ് മിനിമം കോസ്റ്റ്. അതിനെയാണ് നമ്മൾ മാനേജ് ചെയ്യുക അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സെയിം കോൺസെപ്റ്റാണ് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ്. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിനെയും ടൈമിനെയും ഫിനാൻഷ്യൽ റിസോഴ്സിനെയും എല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിസയറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എഫക്റ്റീവ് മാർക്കറ്റിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യണം അല്ലെങ്കിൽ സർവീസ് ഡെവലപ്പ് ചെയ്യണം അറ്റ് മിനിമം കോസ്റ്റ്. ഇതിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുക. We often assume that production management and operation management are same, but they have their own differences. Now let us look into the difference between operation management and production management. Operation management or production management, which is the wider term? Of course, operation management is the wider term than production management. It includes production management. ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി മാത്രമാണ് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ഇസ് റിലേറ്റഡ് ടു ദ പ്രൊഡക്ഷൻ ആൻഡ് ഡെലിവറി ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ആക്ടിവിറ്റി മാത്രമല്ല, ഒരു ഗുഡ്സിനെ പ്രൊഡ്യൂസ് ചെയ്ത് അതിനെ ഡെലിവർ ചെയ്ത് അതിനുശേഷമുള്ള കസ്റ്റമർ സർവീസ് എല്ലാം കൂടെ ചേർന്നതാണ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബട്ട് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഈസ് നാരോ ഇൻ ദ സെൻസ് വിച്ച് ഈസ് ഓൺലി എ പാർട്ട് ഓഫ് ഓപ്പറേഷൻ
ഓപ്പറേഷൻ മാനേജ്മെൻറ്റ്. ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഭാഗം മാത്രമാണ് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റിലേറ്റഡ് ഓൺലി ടു ദ മാനുഫാക്ചറിങ് ആസ്പെക്ട് ആൻഡ് നോട്ട് കൺസേൺ വിത്ത് ദ ഡെലിവറി ഓഫ് സർവീസസ്. പ്രോഡക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഫാക്ടർ അല്ലെങ്കിൽ ആ ഒരു ആസ്പെക്ട് മാത്രമാണ് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് അണ്ടറിൽ വരുന്നത്. ഇറ്റ് ഡസ് നോട്ട് കൺസേൺ അബൌട്ട് ദി ഡെലിവറി ഓഫ് സർവീസ്. ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം അതിന് ഡെലിവറിയോ അതിന് ശേഷമുള്ള സർവീസോ ഒന്നും തന്നെ പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റിൽ കൺസേൺഡ് അല്ല. ബട്ട് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വൈഡർ ടേം ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. Up next, I am going to introduce to you certain terms that you have to be familiar while learning the concept production management. At first, let us see what is a plant. A factory, manufacturing plant or a production plant is an industrial site usually consisting of buildings and machinery, or more commonly a complex having several buildings where workers manufacture goods or operate machinery processing one product into another. ഒരു പ്ലാന്റ് എന്ന ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ്, നമ്മുടെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു ഇൻഡസ്ട്രിയൽ സൈറ്റിനെയാണ് നമ്മൾ പ്ലാന്റ് എന്ന് പറയുക. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ മോസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിനെ മറ്റൊരു പ്രോഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ മെഷീനറീസും ബിൽഡിങ്സും എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ആ ഒരു ഇൻഡസ്ട്രിയൽ സൈറ്റിനെയാണ് നമ്മൾ പ്ലാന്റ് എന്ന പേരിൽ അറിയപ്പെടുക. Next, let us see what is a firm. It is a commercial enterprise, a company that buys and sells product or services to consumers with the aim of making a profit. In the world of commerce, the term is usually synonymous with company or business. അപ്പോൾ ഒരു ഫേം എന്ന് പറയുന്നത് ഒരു കമ്പനി അല്ല ബിസിനസ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഫേം എന്ന് പറയുന്നത്. ഒരു കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ഓഫ് സർവീസസ് ഇൻ ഓർഡർ ടു മേക്ക് പ്രോഫിറ്റ്. ഇത്തരത്തിലുള്ള കമ്പനീസ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ എൻ്റർപ്രൈസസിനെയാണ് നമ്മൾ ഒരു ഫേം എന്ന് പറയുക. And finally, what is an industry? It is a group of manufacturers or businesses that produce a particular kind of goods or services. ഒരേപോലെയുള്ള ഗുഡ്സിനെയോ സർവീസിനെയോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മാനുഫാക്ചറേഴ്സിനെയാണ് നമ്മൾ ഒരു ഇൻഡസ്ട്രി എന്ന പേരിൽ അറിയപ്പെടുക. ഒരു എക്സാമ്പിൾ വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ടെക്സ്റ്റൈൽ മാനുഫാക്ചറേഴ്സിനെ എല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് നമ്മൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ന് പറയുക. അപ്പോൾ അത്തരത്തിൽ സിമിലർ ആയിട്ടുള്ള ഗുഡ്സോ സിമിലർ ആയിട്ടുള്ള സർവീസോ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മാനുഫാക്ചറേഴ്സിനെയാണ് നമ്മൾ ഇൻഡസ്ട്രി എന്ന ടേമിൽ പറയുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലേക്കൊരു ഇൻട്രൊഡക്ഷൻ മാത്രമായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ എന്താണ് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു, അതിൻ്റെ ഡെഫിനിഷൻ, പിന്നീട് ഓപ്പറേഷൻ മാനേജ്മെൻറ്റും പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റും തമ്മിലുള്ള മെയിൻ ഡിഫറൻസസ്, പിന്നീട് കുറച്ച് ടേംസ് നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്താണ് ഒരു പ്ലാന്റ്, എന്താണ് ഒരു ഫേം, എന്താണ് ഒരു ഇൻഡസ്ട്രി. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് തന്നേക്കുന്നത്. നല്ല രീതിയിൽ വായിച്ച് നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ ലിസ്ണിംഗ്. ഹാവ് എ നൈസ് ഡേ.